അപ്പോൾ നമ്മളുടെ എന്താണ് ഇപ്പം ഈ പറഞ്ഞ പോലെ കൗളാചാരം എന്ന് പറഞ്ഞു. അപ്പോൾ കൗളാചാരം എന്ന് പറയുന്നത് എന്താണ് ധാരാളം പേര് എതിർക്കുന്നുണ്ടെങ്കിലും ഈ നമ്പൂതിരിമാരടക്കം ജപിക്കുന്ന അല്ലെങ്കിൽ പുഷ്പാഞ്ജലിക്ക് ഉപയോഗിക്കുന്ന ലളിതാ സഹസ്രനാമത്തിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലളിതമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ബാക്കിയും പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കൗളമാർഗ തൽപരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ പല രീതിയുണ്ട്. മലബാര സമ്പ്രദായമുണ്ട്, അതുപോലെ തന്നെ കൗളാചാരം തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ധാരാളം പേര് പല പല രീതിയിൽ സത്യത്തില് ഒരൊറ്റ രീതി എന്നുള്ള അടിച്ച് ഏൽപ്പിക്കുക എന്നുള്ളതല്ല ഗുരുക്കന്മാർ ചെയ്യേണ്ടത്. ഓരോരുത്തരുടെയും കുടുംബത്തില് പാരമ്പര്യമായിട്ട് അവരുടെ കാരണവന്മാരെ ആരാധിച്ചിരുന്ന രീതി എന്ന് പറയുന്നത് കൈമാറി വരുന്നുണ്ടാവും. അതാണ് ചെയ്യേണ്ടത്. ആ ഒരു രീതിയിൽ രഘുചേട്ടന്റെ കാരണവന്മാര്, അതായത് രഘുചേട്ടന്റെ ഇപ്പോ ഗുരു സ്ഥാനത്തുള്ളതെന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെയാണ്. അപ്പൊ അവര് പകർന്നു നൽകിയിരിക്കുന്ന ഏത് ആരാധനാ രീതിയാണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നമുക്ക് നടക്കുന്ന കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഗവളം പൂർവികമായിട്ടുള്ള അതിഘോരമായ ഗവള മന്ത്രമാണ്. ആ ഗവള മന്ത്രമാണ് നമ്മൾ ഉച്ചാരണം ചെയ്യുന്നത്. ആ ഗവളത്തിൽ നമ്മൾ ചെയ്യുന്ന ഉച്ചാരണം ചെയ്ത് ആ മന്ത്രോച്ചാരണം ചെയ്ത് വരുമ്പോൾ ശരിക്കും ആ ഗുരുതിയിൽ അമ്മ സാന്നിധ്യം വരുന്നുള്ളതാണ്. അപ്പോൾ ആ ആചാര രീതി എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പ്? ഇപ്പോൾ പല രീതികളും പല വഴിപാടുകളും പല ക്ഷേത്രങ്ങളിലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെ നടക്കുന്ന പൂജാരീതികൾ, അതായത് ഹോമങ്ങളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന അർച്ചനകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ദേവിക്ക് കൊടുക്കുന്ന നേദ്യങ്ങളാണെന്നുണ്ടെങ്കിലും അതിലുള്ള വ്യത്യാസങ്ങൾ. ഇവിടെ ഗവളത്തിൽ അമ്മയ്ക്ക് നേദിക്കുന്ന പ്രധാനം ബ്ലഡ്, രക്തം. പിന്നീട് നമ്മൾ നേദിക്കുന്നത് മദ്യം, മാംസം, മത്സ്യം ആണ് നമ്മൾ നേദിക്കുക. അതിനാണ് നമ്മൾ അമ്മയെ വിളിച്ചു ചൊല്ലി ഗവളം മന്ത്രം വിളിച്ചു ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി, അതായത് മലബാരം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ കൗളമാർഗം എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയെക്കുറിച്ച് നമുക്ക് ഭക്തരോട് എന്താണ് പറയാനുള്ളത്? കാരണം പലരും അതിനെ എതിർക്കുന്നവരുണ്ട്. ഈവൻ ഈ ഇപ്പൊ നടക്കുന്ന ഭരണിപ്പാട്ടിനെ വരെ എതിർക്കുന്ന ആളുകളുണ്ട്. ശരിക്കും ഗവളം എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ്. അതായത് ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം, പൊതുജനങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഓരോ സ്ഥലത്തും, അതായത് ഓരോ സ്ഥലത്തെയും പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ആ പ്രകൃതിക്ക് ആവശ്യമുള്ള രീതിയിലാണ് ആ പ്രാദേശികമായിട്ടാണ് പൂജാ സംവിധാനങ്ങൾ വരുന്നത്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ എന്ന് പറയുന്നത് ചിലപ്പോ ഈ വെട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ദ്രാവിഡ സംസ്കാരം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലോട്ട് വന്നു കഴിയുമ്പോഴാണ് ചോര കൊടുക്കുക അല്ലെങ്കിൽ ഭൂമിയിൽ ചോര വീഴുക എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കൂടി ഒന്ന് പറയാം. കാരണം ഒരു കാരണവന്മാര് പറഞ്ഞ് കൈമാറി വന്ന പൂജാ സമ്പ്രദായം മാത്രമല്ല, ഇതിൽ താല്പര്യമുള്ള ഒരു വ്യക്തി, കൂടുതൽ പഠിച്ചിട്ടുള്ള ആള് എന്നുള്ള രീതിയിലും കൂടിയാണ് ഞാൻ അത് ചോദിക്കുന്നത്. എന്താണ് ഇതിനെ എതിർക്കുന്നവരോട് പറയാനുള്ളത്? എതിർക്കുന്നവരോട് പറയാനുള്ളത് ശരിക്കും കാളി പൂജയിൽ അല്ലെങ്കിൽ മഹാകാളി പൂജയിൽ പ്രധാനമായിട്ട് ഗവളം പ്രധാന വിഷയം. 2, അമ്മയ്ക്ക് രക്തം പ്രധാന ആണ് ആവശ്യം. 3 വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂർവികർ എന്താണോ നമ്മൾക്ക് പറഞ്ഞത്, ഈ മണ്ണിന്റെ അധിപനാണ് അമ്മ. കാളി എന്ന് പറഞ്ഞാൽ കാലത്തെ കാക്കുന്നവളാണ്. ആ കാലത്തെ കാത്തു പോകാനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവളാണ്. ആ ഗവളം നമ്മൾ ഗുരുക്കന്മാരിൽ നിന്നും പഠിച്ച രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ പല തോന്നിയ പ്രകാരം ചെയ്താൽ അത് മറ്റൊരു വിപരീത ഫലമായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞു ദേശഗുരുതി. ഈ ദേശഗുരുതി എന്ന് പറയുന്നത് എന്താ? ഈ കൊടുങ്ങല്ലൂർ ദേശത്തിന്റെ സകല ദുരിതങ്ങളെയും ആവാഹിക്കുന്നത് കീഴ്ക്കാവിലാണ്. 21 പറ മഞ്ഞപ്പൊടിയുടെ ഗുരുതിയാണ്. ചേര രാജാവിന്റെ ഭരണകാലം തൊട്ട് നടക്കുന്ന ഗുരുതിയാണ് ദേശഗുരുതി. ഈ ദേശഗുരുതിയിൽ പ്രധാന ഉച്ചാരണം ഗവളാണ്. ദേശഗുരുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുങ്ങല്ലൂർ ദേശത്തുള്ള സകല ദുരിതങ്ങളെയും ആപത്തുകളെയും ഇനിയുള്ള തലമുറയ്ക്ക് മറ്റു അനർത്ഥങ്ങൾ വരാതിരിക്കാൻ ദേശഗുരുതി. ഇന്നിപ്പോൾ അത് നടക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, കീഴ്ക്കാവിൽ മാത്രമേ ഉള്ളൂ. എത്രയോ നൂറ്റാണ്ടുകൾ കടന്നു പോകുന്ന ആ ഗുരുതി ഇപ്പോഴും മുടങ്ങാണ്ട് ഞങ്ങൾ ചെയ്തു പോരുകയാണ്. ഇന്നിപ്പോ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഗുരുതി ഇല്ല. ക്ഷേത്രത്തിലുള്ള ക്ഷേത്രത്തിലെ കോഴിവെട്ട് പോലും ഇല്ല. അവിടെ ആകെ ചെയ്യുന്ന വെച്ചാൽ ബസവന്മാർക്ക് ഗുരുതി. ശരിക്കും വിദ്യാമണ്ണുള്ള ഗുരുതികളൊന്നും ഇല്ല. അപ്പൊ യഥാർത്ഥത്തില് എന്താണ് പണ്ട് കാലത്ത് വെളിച്ചപ്പാട് ഉണ്ടായിരുന്ന സമയത്തും വെളിച്ചപ്പാട് ഇല്ലാതിരുന്ന സമയത്തുള്ള മാറ്റങ്ങൾ എന്താണ് ഇപ്പോ ചടങ്ങുകളിൽ വന്നിരിക്കുന്നത്? കാരണം നേരത്തെ കൊടുങ്ങല്ലൂർ കാവില് വെളിച്ചപ്പാട് ഉണ്ടായിരുന്ന സമയത്ത് നമ്മളുടെ വെളിച്ചപ്പാടും തമ്പുരാനും ഇങ്ങോട്ട് എഴുന്നള്ളുന്ന ഒരു കോകിലകത്തിന് നേരെ കിഴക്കോട്ടുള്ള വഴി പുലക്കാവിലേക്ക് തമ്പുരാന് വരാനുള്ളതാണ്. തമ്പുരാനും വെളിച്ചപ്പാടും മേൽശാന്തിയും കൂടിയാണ് വരിക. ക്ഷേത്രത്തിൽ മേൽശാന്തിയും കൂടിയാണ് വരിക.
വരുമ്പോൾ ഇവിടെ എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കി തമ്പുരാന് വന്നാൽ ഇരിക്കാനുള്ള എല്ലാ ഇരിപ്പിടവും ശരിയാക്കി ആ കളത്തിൽ നടക്കുന്ന ദേശഗുരുതിയിൽ തമ്പുരാൻ ശാസ്താംഗ അമ്മയെ വണങ്ങി മേൽശാന്തി അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തൊഴുത് വെളിച്ചപ്പാട് തുള്ളി ഉറഞ്ഞ അരി എറിഞ്ഞിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് മടങ്ങുക. ഇപ്പൊ അതൊന്നുമില്ല. എന്നാലും നമ്മൾ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മളാ ചെയ്ത് പൂർവികർ പഠിപ്പിച്ചെന്ന് ആ പൂർവികമായിട്ട് രാജഭരണകാലത്ത് നടത്തിയ ദേശഗുരുതി ഇപ്പോഴും നമ്മൾ നടക്കുന്നു. ഈ വർഷം 7-ാം തീയതിയാണ് ദേശഗുരുതി, 7-ാം തീയതി ഞായറാഴ്ച വൈകിട്ട്. അതായത് ഭരണിക്ക് മുമ്പുള്ള ഉത്രട്ടാതി കഴിഞ്ഞ രേവതി, അതിന് അശ്വതി, ഭരണി, അങ്ങനെയാണ്. ഇപ്രാവശ്യം രേവതി ഇല്ല, കുറച്ചു നേരമല്ലേ ഉള്ളൂ. അശ്വതി ആവണില്ലായില്ലേ. അപ്പൊ 7-ാം തീയതിയാണ് ഇവിടുത്തെ ദേശഗുരുതി. അത് സമയം രാത്രി ആയിരിക്കും, വൈകിട്ട് 6 മണിക്ക് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസമേ നമ്മുടെ കളം വര തുടങ്ങും. നമ്മുടെ 16 അടി നീളമാണ് നമ്മുടെ രൂപക്കളം. കേരളത്തിലെ ഏറ്റവും വലിയ ഭദ്രാളിക്കളമാണ്. ആ പന്തല് ഗുരുതി പന്തലാണ്, 16 അടി പന്തലിലാണ് നമ്മുടെ രൂപക്കളം. ആ രൂപക്കളത്തിലാണ് അമ്മയ്ക്ക് പറഞ്ഞ ബലിപൂജകളും നടക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാവരും കാവിലോട്ടൊക്കെ പോകുന്നത്. പിന്നെ നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രഘുചേട്ടന്റെ കുടുംബത്തിലെ ആൺകുട്ടികൾ എന്ന് പറയുന്നത് 10 വയസ്സ് കഴിഞ്ഞാൽ അകത്തോട്ട് കയറാൻ പാടില്ല. അതിന് അമ്മ വന്ന സമയത്ത് ഞങ്ങളുടെ പൂർവികരോട് പറയാം, എന്നെ കാണാൻ നിങ്ങൾ അങ്ങോട്ട് വരണ്ട, നിങ്ങളുടെ സന്താന തലമുറ ഉള്ളിടത്തോളം കാര്യം ഞാൻ നിങ്ങളുടെ വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടെന്നുള്ളതാണ്. അപ്പോൾ രാജഭരണകാലത്ത് നമുക്കൊരു ഇത് വന്നത് 10 വയസ്സ് കഴിഞ്ഞാൽ നേരിട്ടുള്ള ദർശനം പാടില്ല. പിന്നെ വർഷത്തിൽ ഒരിക്കലും നമുക്ക് ആ ദർശനം. അശ്വതി, മീനമാസത്തിൽ അശ്വതി നക്ഷത്രത്തിന്റെ അന്ന്. അപ്പോ ആൺസന്താനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ കയറാൻ പറ്റും. അന്നത്തെ ദിവസം ഏത് നടയിലാണ് ദർശനം കിട്ടുന്നത്? നമ്മുടെ പടിഞ്ഞാറടയിൽ കൂടെ കയറി നേരെ ശിവന്റെ ഇപ്പുറം വന്ന് വടക്കോട്ട് ദർശനമാണ് കിട്ടുന്നത്. അത് ഓലക്കുടയും ചൂടി അകത്ത് കയറുകയാണ് ചെയ്യുക. അപ്പൊ പട്ടുകൊടക്കടിയിൽ പാൽക്കണ്ടി ഉണ്ടാവും. അതും പിടിച്ചിട്ട് ഒരാളുണ്ടാവും. ആ പാൽക്കണ്ടിയിലാണ് അമ്മേനെ ആവാഹിച്ച് കൊണ്ടുവരുന്നത്. അപ്പോ നമ്മളുടെ പല പുസ്തകങ്ങളിലും, അതായത് വിദേശത്തടക്കം ഇറങ്ങിയിരിക്കുന്ന ഈഴവ, അതുപോലെ തന്നെ കേരളത്തിലത്തെ പല ആചാരങ്ങൾ, ബുദ്ധമതവുമായിട്ടുള്ള ബന്ധം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിവരിച്ചുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ബുക്കുകളിലടക്കം ഈ നമ്മളുടെ പുലക്കാവും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത്രയും പ്രാധാന്യം കേരളത്തിൽ തന്നെ ഈ പൂജാ സമ്പ്രദായത്തിനും ഈ കുടുംബത്തിന് കൊടുങ്ങല്ലൂർ കാവുമായിട്ടുമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വളരെ ചെറിയ ഒരു വിവരണം മാത്രമേ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. വിശദമായിട്ടുള്ള വീഡിയോസ് ഈ ഭരണിക്ക് ശേഷം നമുക്ക് ഓരോന്നോരോന്ന് സംശയങ്ങൾ നിങ്ങളുടെയും സൈഡിൽ നിന്ന് വരുന്നതനുസരിച്ച് എനിക്കും കൂടുതൽ ചോദ്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്ന സമയത്ത് രഘുചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ട് ഞാൻ ബുദ്ധിമുട്ടിച്ച് നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി. അമ്മേശ്വരണം, ദേവീശ്വരണം, അതുപോലെ തന്നെ ഈ ഗുരുതിയും അല്ലെങ്കിൽ ഈ തവണത്തെ മീനഭരണിയും ഭംഗിയായിട്ട് നടത്തട്ടെ. അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.